വി രാജേഷ് ഗണേഷ് കുമാർ തർക്കം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ഗണേഷ് കുമാർ സറണ്ടർ ചെയ്തതുപോലെയാണ് കാര്യങ്ങൾ. സാധാരണ ഗണേഷ് കുമാർ അങ്ങനെ ചെയ്യുന്നതല്ല, കൊടുക്കൂല, വരില്ല. പക്ഷെ അങ്ങനെ ഗണേഷ് കുമാറിന് പറയാൻ കഴിയില്ല. കാരണം ഇതിനകത്തുള്ളൊരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒറിജിനലി ഇത് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഓടുന്നതിന് വേണ്ടിയിട്ടാണ് സ്മാർട്ട് വെഹിക്കിൾസ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോണിക് വെഹിക്കിൾസ് എന്നുള്ള പേരിലാണ് അത് വരുന്നത്. ഈ വെഹിക്കിൾസ് കൊടുത്തിരിക്കുന്നത് നഗരങ്ങളിലെ മാലിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ്. അത് ഒരു കാരണവശാലും ഗ്രാമങ്ങളിൽ കൊണ്ട് തേടുന്നത് ശരിയല്ല, നീതിപൂർവമായി ശരിയല്ല, പാരിസ്ഥിതികമായി ശരിയല്ല, നയപരമായി ശരിയല്ല, നിയമപരമായി ശരിയല്ല, ഒരു തരത്തിൽ ശരിയല്ല. ഈ ശരികേട് ഒരു മസിൽ പവറിലൂടെ ഗണേഷ് കുമാർ അല്ലെങ്കിൽ ഒരു ബലം പിടിത്തത്തിലൂടെ ഗണേഷ് കുമാർ അങ്ങ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഗണേഷ് കുമാർ പറയുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. ഇത് എന്താണ്, പിന്നെ 50 ബസ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്, ഇത് വിരട്ടുന്ന പോലെയാണ്, 35 ലക്ഷം രൂപ വേണം, ബാറ്ററി പോയാൽ ടയർ പോയാൽ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഓടിയാലും ബാറ്ററിയും ടയറും ഒക്കെ പോകില്ലേ? യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിയമം എന്താണ്? KSRTC തന്നെ സർവീസ് നടത്താൻ പറ്റും. കോർപ്പറേഷന് സ്വന്തമായിട്ട് ടിക്കറ്റും സർവീസും പരിപാടി പറ്റില്ലല്ലോ. പക്ഷെ കോർപ്പറേഷൻ അകത്ത് നടത്തണം. അപ്പൊ KSRTCയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോർപ്പറേഷൻ സ്മാർട്ട് പദ്ധതി ഉൾപ്പെടുത്തി പ്രോജക്റ്റുകൾ വാങ്ങുന്നു, ബസ്സുകൾ വാങ്ങാനുള്ള തുക അവർക്ക് കിട്ടുന്നു. അവരത് KSRTC ഏൽപ്പിച്ച്, KSRTCനകത്ത് എക്സ്പെർട്ടൈസ് ഉള്ളവരായതുകൊണ്ട് KSRTC ഏൽപ്പിക്കുന്നു. അങ്ങനെ KSRTC വാങ്ങി KSRTC ഓടുന്നു. കോർപ്പറേഷൻ ഏരിയയിൽ തന്നെ ഓടണം എന്നുള്ളിടത്താണ് തർക്കം. അല്ലാതെ കോർപ്പറേഷന് ബസ് കൊടുക്കണം എന്നുള്ള തർക്കമില്ല. അങ്ങനെ ഒരു തർക്കമില്ല. ബസ് യഥാർത്ഥത്തിൽ KSRTCക്ക് തന്നെ ഉള്ളതാണ്. അതിൻ്റെ മെയിൻ്റനൻസും മറ്റേ ONM എല്ലാം, ഓപ്പറേഷൻ മെയിൻ്റനൻസും എല്ലാം നടത്തേണ്ടത് KSRTC തന്നെയാണ്. പക്ഷേ ജിയോഗ്രഫിക്കൽ ഏരിയ നോക്കുമ്പോൾ അത് തിരുവനന്തപുരം നഗരത്തിനകത്തായിരിക്കണം. കാരണം അത് പർപ്പസ് ഉണ്ടെന്നേ. ഇത് വെറുതെ ഇപ്പം നഗരത്തിലേക്ക് ഇപ്പൊ സഖാക്കളും കമ്മികളും കൊങ്ങികളും സുഡാപ്പികളും പിന്നെ സംഘികളും തമ്മിൽ വഴക്കുണ്ടാക്കേണ്ട വിഷയമല്ല ഇത്. ഇതിന്റെ പ്രശ്നം എന്താണ്? വളരെ സിമ്പിളാണ് ഇതിന്റെ വിഷയം. അതായത് അതുകൊണ്ടാണ് ബസ് ചെറുതാക്കിയത്, വലിയ ബസ്സാക്കാത്തത്. അതപ്പോൾ ട്രാഫിക് കൺജഷൻ ഉണ്ടാവില്ല. ഏത് കുഞ്ഞു റൂട്ടിലൂടെ ഇത് പോകാൻ പറ്റും. കുഞ്ഞു വഴികളിലൂടെ, ഒരു ചെറിയ ടെമ്പോ ട്രാവലർ പോകുന്ന വഴികളിലൂടെ പോകാൻ പറ്റുന്ന ബസ്സാണിത്. അപ്പോൾ ഇത് കുഞ്ഞു കുട്ടി പരാധീനങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് ചെറിയ ചെറിയ വഴികളിലൂടെ പോയി തിരുവനന്തപുരം നഗരത്തിനകത്ത്, അതുപോലെ ബാംഗ്ലൂർ, ചെന്നൈ, ഏത് നഗരമായാലും ആ നഗരത്തിലെ പൊല്യൂഷൻ കുറയ്ക്കാൻ, ആ നഗരത്തിലെ പിന്നെ മറ്റ് വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഇതൊക്കെ വരുന്ന വഴികളിലൂടെ ഇത് പോകുമെങ്കിൽ പിന്നെ ആട്ടോ, സ്കൂട്ടർ എടുക്കൽ, ആട്ടോ, പിന്നെ അതുപോലെ തന്നെ കാർ എടുക്കലൊക്കെ കുറയും ആളുകൾ. കാരണം ഈ വാഹനം ഉണ്ടല്ലോ. ഇപ്പോൾ ഓഫീസിൽ പോകാൻ രാവിലെ സ്കൂട്ടർ എടുക്കേണ്ട കാര്യമില്ല. ഓഫീസിൽ പോയി വീട്ടിൽ വരുന്നവർക്ക് മാത്രം ഇതെടുക്കേണ്ട കാര്യമില്ല. വീട്ടിന്റെ നടയിൽ കൂടെ രാവിലെ ബസ് പോകുന്നു, വൈകുന്നേരം വീട്ടിന്റെ നടയിൽ ഇറങ്ങാമെങ്കിൽ പിന്നെ ഇതെടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള ട്രാഫിക് കൺജഷൻ കുറയ്ക്കുക, ട്രാഫിക് ഫ്ലോ കുറയ്ക്കുക, ട്രാഫിക് നമ്പർ കുറയ്ക്കുക, വാഹനങ്ങളുടെ നമ്പർ റോഡിൽ കുറയ്ക്കുക, അതുപോലെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള കാര്യങ്ങളെ കൂടുതൽ ട്രിഗർ ചെയ്യാതിരിക്കുക. ഇതിനൊക്കെയാണ് ഈ ബസ് വന്നത്. അല്ലാതെ കുറച്ച് 113 ഈ ബസ് കോർപ്പറേഷനിൽ വന്നു, അത് പിന്നെ സംഘം മറ്റേ അങ്ങോട്ട് കൊണ്ടുപോയി ഞങ്ങളായി നിങ്ങൾ, അങ്ങനെ ഒരു സാധനം അല്ലത്. കിടന്ന് വഴക്കുണ്ടാക്കി തർക്കം ഉണ്ടാക്കി പിന്നെ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകുന്ന വസ്തുവേ അല്ല. ഇതിനൊരു പർപ്പസ് ഉണ്ട്. പർപ്പസ് എന്താണ്? ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ബസ് വന്നിരിക്കുന്നത് രാജ്യത്ത്. ഒന്ന്, പിന്നെ പൊല്യൂഷൻ, രാജ്യത്തെ പൊല്യൂഷൻ പിടിക്കണം. അതിന് പെട്രോളിയം ഡീസലും കൊണ്ടുള്ള വാഹനങ്ങളെക്കാൾ പൊല്യൂഷൻ ഇല്ലെന്ന് ഞാൻ പറയാം. സീറോ പൊല്യൂഷൻ ആണ് ഇലക്ട്രോണിക് വാഹനം. അതുകൊണ്ടാണ് ഇലക്ട്രോണിക് വാഹനം പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? നഗരത്തിലാണ് വളരെയധികം പൊല്യൂഷൻ ഉള്ളത്. അതുകൊണ്ടാണ് നഗരത്തിൽ ഇത്. പിന്നെ അപ്പൊ അത് പൊല്യൂഷൻ പാർട്ട്. സെക്കൻഡ് പാർട്ടാണ് ഇതിന്റെ വലിയ വണ്ടിയല്ല, ഇത് സ്മാൾ വണ്ടിയാണ്, ചെറിയ ചെറിയ വണ്ടിയാണ്. അതെന്താന്ന് വെച്ചാൽ എല്ലാ ഊട് വഴികളിലും ഇത് പോകാൻ പറ്റണം. അടുത്ത തിയറി. മൂന്നാമത്തെ തിയറി, അങ്ങനെ എല്ലായിടത്തും കൂടെ പോയി നഗരത്തിലെ ആളുകൾക്ക് സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കിയാൽ അതിനനുസരിച്ച് മറ്റ് വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുന്നതിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതുണ്ടാക്കുന്ന ഇൻഡയറക്റ്റ് പൊല്യൂഷൻ കുറയ്ക്കുക, അതുണ്ടാക്കുന്ന ഡയറക്റ്റ് പൊല്യൂഷൻ, ഇത് വരുന്നത് വഴി ഒരു ഇൻഡയറക്റ്റ് പൊല്യൂഷൻ കുറയ്ക്കൽ, ആ മറ്റ് വാഹനങ്ങൾ ഉണ്ടാക്കുന്ന പൊല്യൂഷൻ കുറയ്ക്കൽ, ആക്സിഡന്റിന്റെ എണ്ണം കുറയ്ക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുള്ള തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ്, ചില തത്വശാസ്ത്രങ്ങൾ അധിഷ്ഠിതമായിട്ടാണ് ഈ ബസ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. ഇനി ബസിന്റെ ONMനെ സംബന്ധിച്ച് KSRTC തന്നെയാണ്. പക്ഷെ അപ്പോഴൊരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. കോർപ്പറേഷനും KSRTCയും ഗവൺമെന്റും ഒക്കെ തമ്മിലുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു കമ്മിറ്റി ഒന്നും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഇത് ബസ് വാങ്ങിച്ചു അവർക്ക് കൊടുത്തു, അവരുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് ഓടിക്കുന്നു. അത് പറ്റില്ല എന്നാണ് വി രാജേഷ് പറയുന്നത്. അപ്പോൾ വളരെ ജെനുവനാണ് രാജേഷിന്റെ ഡിമാൻഡ് ഈസ് വെരി ജെനുവൻ. അപ്പൊ അതനുസരിച്ച് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഗണേഷ് കുമാർ പറയുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. ബസ് ടയറാകുമ്പോൾ തേയ്മാനം വരും, പിന്നെ ഇഞ്ചിന്റെ തേയ്മാനം വരും. അത് കാലാകാലങ്ങളിൽ പിന്നെ നന്നാക്കേണ്ടി വരും. അത് ഓടി കിട്ടുന്ന പൈസ കൊണ്ടാണ് അങ്ങനെ നന്നാക്കും, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നും പൈസ എടുത്ത് നന്നാക്കും. എന്തായാലും നന്നാക്കിയല്ലേ കഴിയുള്ളൂ.
അതുകൊണ്ട് അതിനകത്ത് കാര്യമൊന്നുമില്ല. അത് KSRTC തന്നെയാണ് ചെയ്യേണ്ടി വരിക. ഓട്ടവും KSRTC തന്നെ നടത്തേണ്ടി വരും. ചെറിയ ലാഭം ഉണ്ടെങ്കിൽ അതിന്റെ ചെറിയ വിഹിതം കോർപ്പറേഷന് കൊടുക്കണം. ബാക്കി പണം അത് കോർപ്പറേഷന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ വെച്ചിരിക്കുന്നത്. അപ്പൊ കേന്ദ്ര സർക്കാർ നല്ല മനോഹരമായ പദ്ധതികൾ ഡിസൈൻ ചെയ്യുക. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ മസിൽ പവറും മണി പവറും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടപ്പിലാക്കുക. അത് ഇതിൽ പ്രായോഗികമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗണേഷ് കുമാർജി ഇത് വിട്ടേക്കുക. തിരുവനന്തപുരത്ത് ഈ വണ്ടികൾ സ്വതന്ത്രമായി ഓടട്ടെ. ഈ ആളുകൾ ആറ്റുവാക്കോവിലും ഭീമാപള്ളിയിലും പിന്നെ അതുപോലെ തന്നെ പെരുമാതുറയും പത്മനാഭ ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും കരിക്കകം ക്ഷേത്രത്തിലും തുടങ്ങിയ പിന്നെ തൊഴുവങ്കോട് ക്ഷേത്രത്തിലും അങ്ങനെ വളരെ പ്രസിദ്ധമായ ആത്മീയ കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ തന്നെ നഗരത്തിലെ 100 വാർഡ് 101 വാർഡിലെ ആളുകൾക്ക് നഗരത്തിൽ വരേണ്ടതുണ്ട്. അവർക്ക് നിയമസഭയിൽ നിയമസഭയിൽ MLA കാണാൻ MLA-മാരെ കാണാനും മന്ത്രിമാരെ കാണാൻ സെക്രട്ടേറിയറ്റിലും അതുപോലെ ഫയൽ നോക്കാനും പഠിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ നഗരത്തിൽ വരേണ്ടതുണ്ട്. ഡെയിലി മൈഗ്രേഷൻ ഇസ് വെരി ഹൈ. അത്ര വളരെ ഹൈ ആയിട്ടുള്ള ഡെയിലി മൈഗ്രേഷൻ, വീക്കിലി മൈഗ്രേഷൻ, മന്ത്ലി മൈഗ്രേഷൻ ഒക്കെ വളരെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റിയിൽ തീർച്ചയായിട്ടും 113 വാഹനങ്ങൾ അടിയന്തരമായി ഇവിടെ തന്നെയാണ് ഓടേണ്ടത്. അതിൽ വേറെ ന്യായമൊന്നുമില്ല. അപ്പൊ ഗണേഷ് കുമാർജി വളരെ പെട്ടെന്ന് ആ വാഹനങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ അതിന്റെ ONM തീർച്ചയായിട്ടും കോർപ്പറേഷന് നമ്മുടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ചെയ്യാൻ പറ്റൂ. തിരുവനന്തപുരം കോർപ്പറേഷന് ചെയ്യാൻ കഴിയില്ല. അത് എഗ്രിമെന്റ് അനുസരിച്ചും അങ്ങനെ ആയിരിക്കുമല്ലോ. അല്ലാതെ പിന്നെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെയ്യേണ്ടുന്ന പണി ബസ്സുകളുടെ പരിപാലനവും ആളുകളെ നിയന്ത്രിക്കലും അല്ലെങ്കിൽ ആളുകളെ നിയമിക്കലും ഇതെല്ലാം തീർച്ചയായിട്ടും KSRTCക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ കോർപ്പറേഷന് വേണ്ടി KSRTC വണ്ടി ഓടുന്നു, അല്ലെങ്കിൽ കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് വേണ്ടി ഓടുന്നു. അതിനനുസരിച്ചുള്ള ഒരു ശാസ്ത്രവും ഒരു രീതിയും അതിനനുസരിച്ചുള്ള സമിതികളും ഇതിനകത്ത് സമിതികൾ പറയുന്നുണ്ട്. മോണിറ്ററിംഗ് സമിതിയും വിജിലൻസ് സമിതിയും അതിനനുസരിച്ചുള്ള സംവിധാനവും ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് കേവലം CPM BJP പോരായോ അല്ലെങ്കിൽ VV രാജേഷ് വേഴ്സസ് KB ഗണേഷ് കുമാർ എന്നുള്ള ഒരു ദ്വന്ദ്വയുദ്ധമായി അല്ലെങ്കിൽ ഒരു ഗോതയായി ഇതിനെ കാണരുത്. തിരുവനന്തപുരം നഗരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട യാത്രാക്ലേശം പരിഹരിക്കുന്നതിനുള്ള, പൊല്യൂഷൻ നിയന്ത്രിക്കുന്നതിനുള്ള, മൊബിലിറ്റി കൂട്ടുന്നതിനുള്ള, വാഹനങ്ങളുടെ പെരുപ്പം ഡെൻസിറ്റി സമൂഹത്തിൽ അല്ലെങ്കിൽ റോഡിൽ കുറയ്ക്കുന്നതിനുള്ള മഹത്തായ ഒരു പദ്ധതിയാണ് ഈ ബസ്, ഇലക്ട്രോണിക് ബസ്. അതിനെ വിവാദങ്ങളിൽ ഉൾപ്പെടുത്തി നശിപ്പിക്കരുത്.